സുഹൃത്തുക്കളെ, നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയമെന്ന്? നമ്മൾ മാസം നേടുന്ന 1 ലക്ഷമോ 2 ലക്ഷമോ വലിയ കാര്യമായി നമുക്ക് തോന്നാം. എന്നാൽ ഓർക്കുക, ലോകം വളരെ വലുതാണ്. ഒരു ചെറിയ കഥയിലൂടെ നമുക്കിതൊന്ന് പരിശോധിക്കാം. ഒരിക്കൽ ഒരു കടൽ തവള അബദ്ധത്തിൽ ഒരു കിണറ്റിൽ ചെന്നുപെട്ടു. അവിടെ ഒരു കിണറ്റിലെ തവള താമസിക്കുന്നുണ്ടായിരുന്നു. കടൽ തവള അവനോട് പറഞ്ഞു, കൂട്ടുകാരാ, നീ എന്തിനാണ് ഈ ചെറിയ സ്ഥലത്ത് കിടക്കുന്നത്? നമുക്ക് കടലിലേക്ക് പോകാം. അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കാം. ജീവിതത്തിൽ ആദ്യമായാണ് കിണറ്റിലെ തവള കടൽ എന്ന വാക്ക് കേൾക്കുന്നത്. അവൻ ചോദിച്ചു, കടലോ? അത് ഏത് പുതിയ കിണറാണ്? കടൽ തവള ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരു കിണറല്ല, അത് അറ്റമില്ലാത്ത വെള്ളമാണ്. നമ്മളെപ്പോലെ തന്നെ ആ കിണറ്റിലെ തവളയും കുറച്ച് ബുദ്ധിമാനായി ചമഞ്ഞു. അവൻ കിണറ്റിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചാടിയിട്ട് ചോദിച്ചു, ഇത്രയും വരുമോ നിന്റെ കടൽ? കടൽ തവള പറഞ്ഞു, അല്ല സുഹൃത്തേ, അത് ഇതിലും എത്രയോ വലുതാണ്. അവൻ വീണ്ടും ചാടി കിണറ്റിന്റെ ഭിത്തിയിൽ മുട്ടിനിന്നിട്ട് പറഞ്ഞു, ഇതിലും വലുതായി ഈ ലോകത്ത് ഒന്നുമുണ്ടാകാൻ വഴിയില്ല. കിണറ്റിലെ തവളയെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്നത് ശരിയാണ്. കാരണം അവൻ ആ കിണറിന് പുറത്തെ ലോകം കണ്ടിട്ടില്ല. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് ആകാശം കാണണമെങ്കിൽ പോലും കിണറിന്റെ വട്ടത്തിലുള്ള അത്രയും ഭാഗമേ കാണാൻ കഴിയൂ. അവൻ വിചാരിക്കുന്നത് ആകാശം അത്രയുള്ളൂ എന്നാണ്. എന്നാൽ കിണറിന് പുറത്തു വന്നാൽ മാത്രമേ അനന്തമായ ആകാശവും വിശാലമായ കടലും കാണാൻ കഴിയൂ. നമ്മുടെ വരുമാനവും നമ്മുടെ വിജയങ്ങളും നമ്മളെ ഒരു കിണറ്റിലെ തവളയാക്കി മാറ്റാതിരിക്കട്ടെ. നമ്മൾ നേടുന്നത് വലുതായിരിക്കാം, പക്ഷെ മറ്റൊരാൾക്ക് അത് ഒരുപക്ഷെ ഒരു ഹോട്ടൽ ബില്ലിനുള്ള തുക മാത്രമായിരിക്കും. ലോകം വളരെ വലുതാണ്. നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും അതിനനുസരിച്ച് വലുതാകണം. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങളുടെ കിണറ്റിൽ നിന്ന് പുറത്തുവരൂ. വലിയ രീതിയിൽ ചിന്തിക്കൂ. വലിയ വിജയങ്ങൾക്കായി പരിശ്രമിക്കൂ. ഈ കൊച്ചുകഥ നിങ്ങളെ ചിന്തിപ്പിച്ചുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.